together. Please come. Thank you, Andrews. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കാൻഡിഡേറ്റ് ഡോക്ടർ മാത്യു വൈരമൺ, അതുപോലെ നമ്മുടെ സ്റ്റാഫോർഡ് മേയർ മിസ്റ്റർ കെൻ മാത്യു, അതുപോലെ മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെ ഭൂഷണിലെ സമുദായ രംഗങ്ങളിലെ പല നേതാക്കന്മാരും കൂടിയുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. തീർച്ചയായിട്ടും എനിക്ക് മിസ്റ്റർ ഡോക്ടർ മാത്യു വൈരമണിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത് 1 വർഷം പ്രവർത്തിക്കാൻ എനിക്ക് ഒരവസരം കിട്ടി. എന്നുമല്ല, നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റണിൻ്റെ ഞാൻ പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞങ്ങൾ ഇലക്ഷനിൽ കൂടെ അദ്ദേഹം എൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് എനിക്ക് പ്രവർത്തിക്കുവാൻ ഇടവന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കി. ഇത്രയും നല്ല ഒരു എളിയ മനുഷ്യൻ, നല്ല ഒരു ന്യായാധിപൻ, ഒരു അറ്റോർണി, അതുപോലെ ജസ്റ്റിസ്, ഒരു ജഡ്ജിയാകുവാൻ അർഹതയുള്ള ഒരു വ്യക്തി. എനിക്ക് അദ്ദേഹത്തിൽ നിന്നും പല പാഠങ്ങൾ പഠിക്കുവാനിടയായി. നമ്മുടെ ടെക്സാസ് സംസ്ഥാനത്തിനും ഫോർട്ട് ബെൻഡ് കൗണ്ടിക്കും, പ്രത്യേകിച്ച് ഈ അമേരിക്ക നമ്മൾ താമസിക്കുന്ന ഈ രാജ്യത്തിന് വേണ്ടിയും ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അന്നും ഇന്നും അദ്ദേഹം ഒരു മനുഷ്യനോട് ഒരു ദേഷ്യപ്രകടനം പറയുകയോ അല്ലെങ്കിൽ ഒരു നല്ല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും. അതാണ് അതിൻ്റെ ശരി. പക്ഷെ ആരെയും നിർബന്ധിക്കുന്നില്ല. നമുക്കറിയാം, ഇവിടെ ഒരു ഇലക്ഷൻ വരുമ്പോൾ സ്ഥാനാർത്ഥിമാരും ഈവൻ മലയാളി അസോസിയേഷൻ്റെ സ്ഥാനാർത്ഥികളാണെങ്കിൽ പോലും ഓരോ ഫംഗ്ഷനിലും ഒക്കെ ഇടിച്ചു കയറി എനിക്ക് വോട്ട് തരണം, ഞാൻ ഇലക്ഷന് നിൽക്കുകയാണ്. പക്ഷെ മാത് സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല സ്ഥലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ ശാന്തമായ രീതിയിൽ എല്ലാവരോടും സൗമ്യമായിട്ട് അദ്ദേഹത്തിന് അവിടെ 2 വാക്ക് പറയാൻ അവസരം കൊടുത്തില്ലെങ്കിൽ അവരോടൊരു വൈരാഗ്യവും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം സന്തോഷവാനായിട്ട് തന്നെയാണ് എല്ലാവരോടും പെരുമാറുന്നത്. ഈ പ്രസിഡന്റ് 3 ഫോർട്ട് ബെൻഡ് കൗണ്ടിയിൽ ഒരു ന്യായാധിപനായിട്ട്, ജഡ്ജിയായിട്ട് അദ്ദേഹം ജയിച്ചു വന്നാൽ ഈ രാജ്യത്തെ, അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല, നമ്മൾ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഈ കൗണ്ടിയിലുള്ള എല്ലാ അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട വിവിധ ജനങ്ങൾക്ക്, എല്ലാവർക്കും ഒരുപോലെ തുല്യനീതി ലഭിക്കുവാൻ അദ്ദേഹം പരിശ്രമിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഞാനിവിടെ കൂടുതൽ പറയുന്നില്ല. ഇവിടെ ധാരാളം ഒരു ഫുൾ ഹൗസാണ്. പല പ്രതിനിധികളും ഇവിടെ സംസാരിക്കാറുണ്ട്. തീർച്ചയായും അദ്ദേഹത്തെ സാമ്പത്തികമായിട്ട് ഇലക്ഷനിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യണം. അദ്ദേഹത്തിന് നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ ശശിധരൻ നായർ പറഞ്ഞതുപോലെ ഒരു പ്രശ്നവും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിങ്ങളോടുള്ള സ്നേഹം അദ്ദേഹം എന്നും തുടരും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാവരും വർക്ക് ചെയ്ത് നമ്മുടെ മലയാളികളുടെ മാത്രമല്ല വോട്ട്, ഇവിടെ പലർക്കും അദ്ദേഹത്തിൻ്റെ അതിർത്തിയിൽ ഉള്ള നമ്മുടെ ജോലി സ്ഥലത്തൊക്കെയുള്ള അറിയാവുന്ന അമേരിക്കക്കാരോടും സ്പാനിഷുകാരോടും ഒക്കെ എല്ലാ സമുദായക്കാരോടും നമ്മൾ സർവ മതസ്ഥരോടും നമ്മൾ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരാം, നെയ്ബേഴ്സിനോടെങ്കിലും നമ്മൾ സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് വാങ്ങിക്കൊടുക്കുവാൻ നമ്മളെല്ലാം കടപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു മലയാളി എന്നുള്ള രീതിയിലും ഒരു നല്ല അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിലും അദ്ദേഹം ഈ സ്ഥാനത്തിന് ഏറ്റവും യോഗ്യനായ ഒരു മനുഷ്യനാണ്. അങ്ങേയറ്റം അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ആൾക്കാർ ഒത്തിരി പേര് സംസാരിക്കാനുണ്ട്. സോ മെനി പീപ്പിൾ ലൈക്ക് ടു talk here. So the next time inviting Dr. Sunny Edmeter, please. ഹ്യൂസ്റ്റന്റെ പ്രാന്തപ്രദേശങ്ങൾ 53 പരം വർഷങ്ങളായിട്ട് പാർത്തെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഇലക്ഷൻ പ്രകടനത്തിന് ഞാൻ പങ്കെടുക്കുന്നത്. നിങ്ങളെ സർവകലാ വല്ലഭൻ ബഹുമുഖ പ്രതിഭ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡോക്ടർ മാത്യു വൈരമൺ.
ബഹുമുഖ പ്രതിഭ സർവകലാ വല്ലഭൻ എന്നുള്ള അത് വളരെ നമ്മൾ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് കാണുവാനും അദ്ദേഹത്തെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വരാനിടയായതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉപന്യാസത്തിനൊക്കെ വായിക്കാറുണ്ട്. ഉപമകളൊക്കെ പറഞ്ഞിട്ട് ആപ്തവാക്യങ്ങൾ പറഞ്ഞിട്ട് പണ്ടൊരു മഹാൻ ഇങ്ങനെ പറയുകയുണ്ടായി. എന്നാൽ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ അത് മാറിയിട്ട് ബെർണാഷോ ഇങ്ങനെ പറഞ്ഞു എന്ന് പല അതിൻ്റെ ഇതാണ് ഒരു വാക്കാണ് ദ ഫ്രേസ് പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് സ്കൗണ്ടറൽസ്. ഇത് ബെർണാഷോ പറഞ്ഞാണ് കേരളത്തിൽ ഞാൻ യൂണിവേഴ്സിറ്റികളിലെല്ലാം കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ദ ഫ്രേസ് പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് സ്കൗണ്ടറൽസ് ഈസ് എ വേരിയേഷൻ ഓഫ് patriotism is the last refuge of a scoundrel. A famous quote by Samuel Johnson in 1775. Samuel Johnson, not Bernard Shaw. It means that the people who lack any genuine virtue or noble qualities often resort to political causes or appeals to patriotism as a way to gain power to hide their true unscrupulous nature. Instead of acting on principle, they hide their self-serving motives, blind and political rhetoric. So ഇതിനൊരു കാരണമുണ്ട്. നമ്മൾ സമൂഹത്തിൽ കാണുമ്പോൾ ഭൂരിപക്ഷം രാഷ്ട്രീയക്കാരും അവരെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അഴിമതികൾ കാണുമ്പോൾ നമുക്ക് പ്രയാസം വരും. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെല്ലാം മോശമാണ് എന്നുള്ള ഒരു മുദ്ര കൊത്തിയിരിക്കുകയാണ്. അതായത് പൊളിറ്റിക്സ് ഇസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കൗണ്ടറൽ എന്ന് പറയും. ലോകത്തിൽ എല്ലാത്തിനും എക്സെപ്ഷൻ ഉണ്ട്. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ഒരു എക്സെപ്ഷനാണ് ഡോക്ടർ മാത്യു വൈരമൺ. എന്നാൽ നമ്മൾ ലോകത്തിൽ ചരിത്രം എടുത്താൽ കുറച്ച് ശതമാനം ആൾക്കാർ, നല്ല ആൾക്കാർ രാഷ്ട്രീയത്തിലുണ്ട്. അതുകൊണ്ടാണ് ലോകം ഇങ്ങനെ നിൽക്കുന്നത്, അമേരിക്ക ഇങ്ങനെ നിലനിൽക്കുന്നത്. ഡോക്ടർ മാത്യു വൈരമണിനെ നമ്മൾ വിജയിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം അമേരിക്കയിൽ വന്ന ആദ്യ ആഴ്ച മുതൽ അന്ന് മുതൽ ഇന്ന് വരെ പരിചയമുള്ള ആളെ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പരിചയമുള്ളതിൽ ഒരാളാണ്. ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, ഡോക്ടർ മാത്യു വൈരമണ്ണെ ഇവിടെ തെരഞ്ഞെടുത്തുവിടാൻ നമ്മൾ തലയിൽ തുണിയിട്ടുണ്ട്. നമ്പർസിസ്കറായിട്ട് നമ്മൾ പോകേണ്ട ആവശ്യം വരികയില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് തീർച്ചയായിട്ടും ഒരു അഭിമാനമായിരിക്കും. ജാതിമത ഭേദമന്യേ, സമുദായ ഭേദമന്യേ, കുഞ്ഞുകുട്ടി ബാലവൃത്തം എന്നുള്ള എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആ താഴ്മയുടെ അഭിനയത്തിൻ്റെ മൂർത്തീകരണമാണ് ഡോക്ടർ മാത്യു വൈരമൺ. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം സാധിക്കണമെങ്കിൽ ജഡ്ജിയായി കഴിയുമ്പോൾ നിങ്ങൾ എപ്പോഴും ചെന്നാലും അവിടെ ആ അഹങ്കാരം കാണുകയില്ല. വളരെ അങ്ങനെ ആർക്കും എപ്പോഴും പ്രവേശനം ലഭിക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള സ്വഭാവത്തിൻ്റെ ഒരു ഉടമയാണ് അദ്ദേഹം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആ നിലയിൽ ഇദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. ജാതി മത ഭേദമന്യേ, സമുദായ ഭേദമന്യേ നമ്മുടെ ഇന്ത്യൻ സമുദായത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ സന്തോഷവാനാണ് അദ്ദേഹം ഇങ്ങനെ സ്ഥാനാർത്ഥിയായി നിന്നത്. അതുകൊണ്ട് ആ ആപ്തവാക്യത്തിൽ നിന്ന് എക്സെപ്ഷനായിട്ട് നല്ല ഒരു വ്യക്തിയാണ് അദ്ദേഹം ജഡ്ജിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ന്യായാധിപനായിട്ട് കാര്യം നടത്തുന്നുള്ള യാതൊരു സംശയമില്ല. എല്ലാവർക്കും വളരെ നന്ദി. ഞാൻ അധികം സമയം എടുക്കത്തില്ല. കാര്യം ആൻഡ്രൂ പറഞ്ഞ കണക്ക് ഇറ്റ്സ് എ ലോങ് ലിസ്റ്റ് ഓവർ ഹിയർ. വി വാണ്ട് ടു ടോക്ക് ഫർദർ വിച്ച് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. എൻ്റെ പേര് റോബിൻ ഫിലിപ്പ് എന്നാണ്. ഞാനൊരു ഇവിടെ ഒത്തിരി തിരുവല്ലക്കാരൊരു സ്ഥലമാണ്. ഫ്രണ്ട്സ് ഓഫ് തിരുവല്ല റെപ്രസെൻറ്റ് ചെയ്ത് ഐ എം ദ സെക്രട്ടറി ഓഫ് ഫ്രണ്ട്സ് ഓഫ് തിരുവല്ല. കഴിഞ്ഞ ആഴ്ച ഡോക്ടർ മാത്യു വൈരമൺ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഹി ഗ്ലാഡ്ലി ഗിവ് us a very small speech about Onam and all. ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന, നമ്മൾ വി ഹാവ് ടു വർക്ക് ഹാർഡ് ആസ് എ ടീം. ഫ്രണ്ട്സ് ഓഫ് തിരുവല്ലയുടെ നാമത്തിലുള്ള എല്ലാ നന്മകളും നേർന്നുകൊള്ളുന്നു. തീർച്ചയായിട്ടും പിന്നെ എനിക്കറിയാവുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ട്, പള്ളിയിലുള്ള ആൾക്കാരുണ്ട്, മലയാള അസോസിയേഷൻ അറിയാവുന്നവരുണ്ട്. ഇവരോടെല്ലാം ഞാൻ തീർച്ചയായിട്ടും നമ്മൾ അഭ്യർത്ഥിക്കുക, ഡോക്ടർ മാത്യു വൈരമൺ ജയിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. താങ്ക് യു സോ മച്ച്. Thank you, Mr. Robin. Next, Dr. പൊന്നുപിള്ളി. പൊന്നു ചേച്ചി, സ്നേഹത്തോടെ വിളിക്കാഞ്ഞിട്ടാണോ എന്നറിയാമല്ലോ, ഇവിടെ നിന്ന് പോകുന്നില്ല. പൊന്നു ചേച്ചിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. പ്ലീസ് കം. പിന്നെ നമ്മുടെ ക്യാമ്പയിൻ ഫണ്ടിലത്തേക്ക് ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യുന്നെങ്കിൽ മാത്യു വൈരമൺ എന്ന് എഴുതിയിട്ട്
നമ്മുടെ ശശിയേട്ടൻ ക്യാമ്പയിൻ ചെയർമാൻ ശശിയേട്ടൻ അവിടെ ബാക്കിലുണ്ട്, അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ മതിയാവും. താങ്ക് യു. സംപൂജ്യരായ സദസ്യർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. തികച്ചും അവിചാരിതമായിട്ടാണ് ആ പേര് വിളി കേട്ടത്, അതുകൊണ്ടാണ് വരണമെന്ന് സംശയിച്ച് ഒന്നുകൂടെ അവിടെ ഇരുന്നത്. ഡോക്ടർ വൈരമണെ കുറിച്ച് പറയാൻ ഒരു ദിവസമല്ല, ഒരു മാസം തന്നെ വേണ്ടിവരും. അദ്ദേഹം ഈ സിറ്റിയിൽ വന്നപ്പോൾ തൊട്ട് എനിക്കറിയാം. പല സ്ഥലങ്ങളിലും ഞാൻ ഒന്നിച്ച് അദ്ദേഹത്തിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ബേഡ് മലയാളി കൗൺസിലും മലയാളി അസോസിയേഷനിലും ഒക്കെ. അദ്ദേഹത്തെ പോലെ വേറെ അനുയോജ്യനായ ഒരാളില്ല ഈ പൊസിഷന്. പേഴ്സണാലിറ്റി കൊണ്ടും സ്വഭാവം സൗമ്യത കൊണ്ടും വിദ്യാസമ്പന്നത കൊണ്ടും എല്ലാം കൊണ്ടും ഈ പൊസിഷൻ അദ്ദേഹം അനുയോജ്യനാണ്. അതിന് നമ്മളെല്ലാവരും അദ്ദേഹത്തെ, നമ്മുടെ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്, അദ്ദേഹം ഇങ്ങനെയായാൽ നമുക്കെന്ത് കിട്ടുമെന്നുള്ള. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടുത്തെ അത് ഇന്നലെ എല്ലാവരും കണ്ടു. ഇന്നലെ ഇവിടുത്തെ സീനിയേഴ്സിൻ്റെ ഒരു ഓണമായിരുന്നു. പോർട്ട് ബെൻ കൗണ്ടി ജഡ്ജ് തൊട്ട് സകലമാന ഇലക്റ്റഡ് ആൾക്കാരും ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ണാനുണ്ടായിരുന്നു. അവർ പറഞ്ഞത് പുന്നിച്ചേച്ചിയുടെ ഒരു വിളി കൊണ്ട് വന്നതാണ്, പല പ്രോഗ്രാം മാറ്റി വെച്ചിട്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ അവരുണ്ട് നമ്മുടെ കൂടെ. ഇന്ന് അവരോടുള്ള സ്വാതന്ത്ര്യം നമുക്കൊരു അമേരിക്കക്കാരനോടുണ്ടാകത്തില്ല. അതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് മുൻപോട്ട് വന്ന് ഒരു 10 ഇവിടെ ഇരിക്കുന്ന ഒരു 10-20 പേരെ കൂടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ വിജയം നമ്മുടെ വിജയമാണ്. ആ മലയാളി അസോസിയേഷൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ നോക്കി എല്ലാവരും, അതാണ് ഞാൻ ചെയ്തിരുന്നത്. മനസ്സിലായി? അതെ, അങ്ങനെ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇത്ര സൗമ്യനായ ഒരാളെ മൃഗസ്ഥിതിയൊന്നുമല്ല. പലപ്പോഴും എനിക്ക് പല ആവശ്യങ്ങൾക്കും ഞാൻ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ പ്രോബ്ലം അല്ല, ഇവിടെയുള്ള കുടുംബകലഹങ്ങളും ഭാര്യയും ഭർത്താവും കൂടെ ഉള്ളതുള്ള അഭിപ്രായ വ്യത്യാസം, ഇതിനെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, അതിനെല്ലാം എനിക്ക് ആൻസർ തരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം നമ്മുടെ ഓരോ മലയാളികൾ അദ്ദേഹം ആ സ്ഥാനത്തെത്തിയാൽ നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. എനിക്ക് ഈ അവസരം തന്നതിൽ അദ്ദേഹത്തിനോടും എൻ്റെ പേര് വിളിച്ചതിന് ആൻഡ്രൂസിനോടും ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നെക്സ്റ്റ് റവറൻ KB കുരുള. മാന്യ സദസ്യർക്ക് എൻ്റെ പ്രത്യേക സ്നേഹവന്ദനം. ഡോക്ടർ മാത്യു വൈരമണിനെ ഞാൻ അടുത്ത് പരിചയപ്പെടുവാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 വർഷമായി. കഴിഞ്ഞ ക്യാമ്പയിനിലും, ഇതായത് ഈ പ്രാവശ്യം നടക്കുന്ന ഈ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ 2ാമത്തെ ക്യാമ്പയിനാണ് ഇന്ന്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നടന്നതായിട്ടുള്ള ക്യാമ്പയിൻ ഞാൻ ഉണ്ടായിരുന്നു. ഇന്ന് ഈ പ്രാവശ്യത്തെ ആദ്യ ക്യാമ്പയിനിൽ എനിക്ക് വരുവാൻ സാധിച്ചില്ല, ഞാൻ സ്ഥലത്തിലായിരുന്നു. ഡോക്ടർ മാത്യു വൈരമണിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത സമയങ്ങളിൽ ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് ഇടപെടുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും അദ്ദേഹത്തെ കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചു. ഈ അവസരത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ഞാൻ കഴിഞ്ഞ 29 വർഷമായി യൂഷനിൽ വസിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്കിവിടെ ഒരു ചർച്ചുണ്ട്, അറ്റോൺബെറിയിൽ, ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഹൂസ്റ്റൺ. വാസ്തവമായിട്ട് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനെന്നും വോട്ടെന്നൊക്കെ പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ഒരു വലിയ ബാക്കപ്പ് കാണുവാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയെ പിന്തിരിപ്പിച്ച് വളരെ യുനാനിമസ് ആയിട്ട് പ്രവർത്തിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നതായിട്ടുള്ള അവസരത്തിൽ അവർക്ക് വേണ്ട കൈത്താങ്ങലുകളൊക്കെ കൊടുത്ത് അവരെ എൻകറേജ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുവരേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം, ഈ ഹ്യൂസ്റ്റൺ കമ്മ്യൂണിറ്റിയിൽ സ്റ്റാഫോർഡിലും ഷുഗർലാൻഡിലും പെയർലാൻഡിലും ഒക്കെ അങ്ങനെ പല കൗണ്ടികളിൽ, ഈ ഫോർബൻ കൗണ്ടി, ഈ കൗണ്ടികളിലൊക്കെ നമ്മുടെ മലയാളികൾ നേതൃത്വ നിരയിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നേരത്തെ പോയതായിട്ടുള്ള കെൻ മാത്യു, അതുപോലെ റോബിൻ എലക്കാട്ട്, അതുപോലെ KP ജോർജ്, ഇങ്ങനെ പലരും വാസ്തവമായിട്ട് അവരെയൊക്കെ ആ ലീഡർഷിപ്പിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഇപ്പോൾ ഡോക്ടർ വൈരമൺ ഒരു പൊസിഷനിലേക്ക് മത്സരിക്കുകയാണ്. അദ്ദേഹം പ്രിൻസൺ 3ൽ ഒരു ജസ്റ്റിസ് ഓഫ് പീസിൻ്റെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുമ്പോൾ നമ്മുടെ മലയാളികളായി ഒത്തൊരുമിച്ച് നിന്ന്, എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ചവർ ഓർപ്പിച്ചതുപോലെ,
നാം ഈ ഇലക്ഷൻ ഡേ വരെ കാത്തിരിക്കാതെ അതിനു മുമ്പ് തന്നെ അതിൻ്റെ സമയവും സാഹചര്യങ്ങളും സ്ഥലങ്ങളും ഒക്കെ മനസ്സിലാക്കി നമ്മുടെ പ്രിയപ്പെട്ടവരെ എൻകറേജ് ചെയ്ത് ഈ വ്യക്തിയെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ, ഇദ്ദേഹം ഒരു ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടി വളരെ അശ്രാന്ത പരിശ്രമം നയിക്കേണ്ടതായിട്ടുള്ള വലിയ ചുമതല നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിക്കുണ്ട്. പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ നാം ന്യൂസ് മീഡിയയിലൂടെയൊക്കെ ഈ രാജ്യം കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധികളെയൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ചാർലിയുടെ മെമ്മോറിയൽ സർവീസിൽ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ വന്നത് ഓൺലൈനിൽ. അതിനകത്ത് വളരെ വ്യക്തമായി വികാരഭരിതരായ അനേക യൗവനക്കാർ മുൻപോട്ട് കടന്നു വന്ന് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും ആ പതാക ഏന്തിക്കൊണ്ട് വളരെ ധീരതയോടുകൂടെ പ്രവർത്തിക്കുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് അനേകരോട് സംസാരിക്കുന്നത് കേൾപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നാം ലീഡർഷിപ്പിലേക്ക് വരുന്നവരെ വേണ്ട വിധത്തിലുള്ള എൻകറേജ്മെന്റ് ചെയ്ത് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവമായ കർത്താവ് നമുക്ക് അതിന് ഏവർക്കും പ്രത്യേകമായ കൃപയും സഹായവും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. എല്ലാവിധമായ വിജയ ആശംസകളും മാത്യു വൈരമണ്ണ് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഹലോ, ഗുഡ് ഈവനിങ് ടു എവരിബഡി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങളാണ് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൽ ഇന്ത്യയും വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ അമേരിക്കയും. നമ്മളെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്തിൽ വന്നിട്ടുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ ഇലക്ഷനെ ഫേസ് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ പല രാജ്യങ്ങളിലും ഇലക്ഷൻ നടക്കുന്ന കണ്ടിട്ടുണ്ട്. ആ ഇലക്ഷനിൽ പോളിംഗ് ശതമാനം നമ്മൾ കണ്ടിട്ടുണ്ട്. പല രാജ്യങ്ങളിലും 20 അല്ലെങ്കിൽ 25% പോളിംഗ് നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം 80-ഓ 75-ഓ മാക്സിമം 90 വരെയൊക്കെ വരുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിൽ നിന്ന് വരുന്നവരാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങളും ഐഡിയോളജിയും പ്രിൻസിപ്പിളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ശ്രീ മാത്യു വൈരമൺ ഇവിടെ മത്സരിക്കുന്നത്. ഞാൻ പലപ്പോഴും പല രാഷ്ട്രീയ മീറ്റിങ്ങുകളിലും അദ്ദേഹവുമായിട്ട് പലപ്പോഴും സഹകരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ 1992 വോട്ട് ചെയ്യുന്നത് വലിയ പുരുഷനാണ്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, താൻ വലിയ പണക്കാരനാണോ? അപ്പോൾ എല്ലാവരും ഇന്ത്യയിൽ നിന്ന് വന്നേക്കുന്ന എല്ലാവരും ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ പണക്കാരുള്ള പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി ആയതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യുക എന്നാണോ എന്നോട് ചോദിച്ചത്. പക്ഷേ എനിക്ക് അതിനുള്ള മറുപടി, ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രിൻസിപ്പിളും ഐഡിയോളജിയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മിസ്റ്റർ മാത്യു വൈരമൺ റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടി എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ബുഷിന് വോട്ട് ചെയ്തത്. കാരണം നമ്മളുടെ മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും മറ്റ് ധാർമ്മികതയും എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള പാർട്ടിക്ക് ഒന്നും ധാർമ്മികതയില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ 2 പാർട്ടികളാണ് സാധാരണ. ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അമേരിക്കയിൽ ഇലക്ഷന് ഫേസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ന് ഒരു രാഷ്ട്രീയ മീറ്റിംഗ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവിടെ എത്ര കോടി കാണുന്നു.
അത് എത്രയാണെന്ന് അത് അതിൻ്റെ നടത്തുന്ന ആൾക്ക് വരെ ശരിക്കും അറിയത്തില്ല എത്ര പാർട്ടിയെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിൽ നമുക്ക് ഒരു ധാർമ്മികമായ ഈ സിസ്റ്റത്തെ നമുക്ക് എന്ത് കിട്ടുന്നു, സിസ്റ്റത്തിൽ നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് നമ്മൾ ചിന്തിക്കാതെ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതല്ല, ഈ ബെനിഫിറ്റ് കിട്ടുന്നതിന് നിങ്ങൾ എന്തെല്ലാം ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടെ അമേരിക്കൻ മിലിറ്ററി പോയിട്ടുള്ള ജോർജ് കാക്കനാടല്ല വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുവാനും ഇതിൻ്റെ ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കുവാനും ഇതിൻ്റെ ഒരു ജഡ്ജ് എന്ന രീതിയിൽ അദ്ദേഹത്തെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം. പല കാര്യങ്ങൾക്കും ഞാൻ അദ്ദേഹത്തെ റെഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് അമേരിക്ക.